Okay, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഞാൻ ഒന്നും കൂടെ ഷെയർ ചെയ്യാം. Hope everyone can see. റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ക്രീൻ കാണാമല്ലോ എല്ലാവർക്കും? കാണാം സർ. ഓക്കെ ഓക്കെ. അപ്പം ഗുഡ് മോർണിംഗ് ഓൾ. ടുഡേ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ചെറിയൊരു എവല്യൂഷനും അതിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രവും, പിന്നെ അത് കൂടാതെ നമുക്ക് എന്താണ് മോഡുലേഷൻ, ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഈ കമ്മ്യൂണിക്കേഷൻ മോഡുലേഷൻ എന്ന് പറഞ്ഞ് യൂസ് ചെയ്തിരിക്കുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ അത് ഒരു റിസീവർ അറ്റത്ത് എത്തിക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ അതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒരു പ്രോസസ്സാണ്, മെയിൻലി രണ്ടെണ്ണമാണ്. ദാറ്റ് ഈസ് ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ. ഇതാണ് ബേസിക്കലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോയിന്റ്. ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു നമുക്ക് ആവശ്യമുള്ള ഡേറ്റ. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡേറ്റ ആയിട്ട് നമുക്ക് സാമ്യപ്പെടുത്താം. ഡേറ്റ എന്ന് പറയുന്നത് റിസീവർ എൻഡിലും അതിൻ്റെ ഒരു ആവശ്യമുണ്ടെങ്കിലേ നമുക്കതിന് ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതായത് റിസീവർ എൻഡിൽ ഇപ്പം ഞാനിപ്പം നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇൻഫർമേഷൻ ആണെന്ന് ക്ലാസിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ പുതിയൊരു കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റണം, ഒരു പുതിയൊരു ഇൻസൈറ്റ് കിട്ടണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഇൻഫർമേഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു സോഴ്സ് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഐ എം കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യു, സോ ഐ ആം ദ സോഴ്സ് ആൻഡ് യു ആർ ദ റിസീവർ, അല്ലെങ്കിൽ ഐ ആം ട്രാൻസ്മിറ്റിംഗ്, യു ആർ റിസീവിങ്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് വി ക്യാൻ കോൾ ദാറ്റ് ആസ് എ കമ്മ്യൂണിക്കേഷൻ ഹാപ്പൻസ്. സോ അങ്ങനെ വരുമ്പം ദർ ഇസ് അനദർ പോയിന്റ് ഓൾസോ. ഇപ്പം ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് നിങ്ങൾ എത്തുന്നുണ്ട്, പക്ഷെ എത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്ക് അല്ലെങ്കിൽ ഈ സൗണ്ടിനെ പ്രോസസ്സ് ചെയ്യണം, എൻ്റെ ഈ ഒരു ഇൻഫർമേഷനെ പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് റിസീവ് ചെയ്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ വരുന്നതിനാണ് രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് പ്രോസസ്സിങ് ഓഫ് ഇൻഫർമേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് 2 പോയിന്റ്സ് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ആണ്. പക്ഷെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ പറ്റത്തില്ല അൺലെസ് വി ബോത്ത് ആർ നിയർ ബൈ. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒരാൾ എൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടെങ്കിൽ മാത്രമേ ട്രാൻസ്മിഷൻ റിസപ്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഒതുക്കാം ഒരു കമ്മ്യൂണിക്കേഷൻ. നേരെ മറിച്ച് ഇപ്പം ഈ ഒരു ലോക്ക്ഡൗൺ ഈ ഒരു വേളയിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഈ ഇൻഫർമേഷൻ, ഞാൻ ഈ പറയുന്ന ക്ലാസ് പ്രോസസ്സ് ചെയ്ത് ഞാൻ ഈ ഒരു ആപ്പ് വഴി നിങ്ങളുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ എത്തിക്കുന്നു. സോ ദ ആപ്പ് ഈസ് പ്രോസസ്സിങ് മൈ ഇൻഫർമേഷൻ, ഓഡിയോ ഇൻഫർമേഷൻ, ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ടു ഓൾ യുവർ എൻഡ് യൂസേഴ്സ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺസ് ത്രൂ എ പർട്ടിക്കുലർ ആപ്പ്. അതാണ് നമ്മൾ മൂന്നാമത്തെ കേസിൽ പറയുന്ന പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ പ്രോസസ് ഓഫ് ഇൻഫർമേഷൻ എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ മീൻസ്, നമ്മളൊരു മൊബൈൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. സോ ഈ ഒരു സൗണ്ടിനെ ഞാൻ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് മാറ്റി വേവ്സ് ആക്കി ട്രാൻസ്മിറ്റ് ചെയ്ത് വിടുന്നു. സോ ഇതാണ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ അതിന് കുറച്ച് എക്സാമ്പിൾ ആയിട്ട് കുറച്ച് പറഞ്ഞിട്ടുള്ളതാണ് ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ റേഡിയോ, ടെലിഗ്രാഫി എന്ന് പറയുന്നത് നമ്മൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്ന വിധം, അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ എങ്ങനെയാണോ ട്രാവൽ ചെയ്യുന്നത് അതിനെ പറയുന്നത് ഉള്ള ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് അത് പറയുന്നത്. ഇപ്പൊ റേഡിയോ വേവ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, റേഡിയോ ടെലിഫോണി അല്ലെ റേഡിയോ ടെലിഗ്രാഫി. ടെലിഗ്രാഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോ സിഗ്നൽസ് ഒന്നെങ്കിൽ ടെലിഫോൺ നമുക്ക് സംസാരിക്കാൻ പറ്റും. ടെലിഗ്രാഫ് എന്ന് പറയുന്നത് ഡോട്ട് ആൻഡ് ഡാഷ് സിമ്പിൾസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അതാണ് രണ്ട് പേരുകൾ. പിന്നെ വേറൊരു കാര്യം, ഞാനും നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിയും, ഒരു എക്സാമ്പിൾ, ഇപ്പം ഞാനിപ്പോൾ ആദ്യത്തെ ആൾ അമർനാഥ്. അപ്പം അമർനാഥിനടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റ്, അതാണ് പോയിന്റ് ടു പോയിന്റ് അമർനാഥ്. അപ്പം രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സംസാരിക്കുന്നത് ടോട്ടൽ 8 പേരെടുത്താണ് ഇപ്പം. അപ്പം അങ്ങനെ വരുമ്പോൾ പോയിന്റ് ടു മിനി ആയി. അപ്പോൾ 1.2 മിനി. ഇപ്പോൾ പോയിന്റ് ടു പോയിന്റ് ഉണ്ട്, പോയിന്റ് ടു മിനി ഉണ്ട്. അപ്പം അതേപോലെ തന്നെ വേറെ ഉണ്ട് ഒരു മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഫോണിൽ സംസാരിക്കുന്നതിന് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് പറയാം. കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ പറയുന്നത് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ പറയാം. പിന്നെ റഡാർ ആൻഡ് റേഡിയോ ടെലിമെട്രി. ഇപ്പം നമ്മൾ സാധാരണ സിനിമയിലൊക്കെ കണ്ടു കാണും, എയർപോർട്ടിലെ വിമാനങ്ങൾ ഇങ്ങനെ ഓരോ പാതയിൽ കൂടെ ടേക്ക് ചെയ്ത് പോകുന്നു. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ടവർ സ്റ്റേഷൻ കാണും, എയർ കൺട്രോൾ ടവർ. അതിൽ കുറേ റഡാർ ഇങ്ങനെ കറങ്ങുന്നതാണ്. ഇപ്പോൾ റഡാർ എന്ന് വെച്ചാൽ ഒരു അൾട്രാസോണിക് സൗണ്ട് വേവ്സ് വിട്ട്
ആ ഒരു സൗണ്ട് വേവ്സ് ആ ഒബ്ജക്റ്റ് തട്ടി തിരിച്ചു വരുമ്പോഴത്തേക്ക് നമുക്ക് സ്പീഡ് ഓഫ് സൗണ്ട് അറിയാം, ടൈം എത്രയാണ് സൗണ്ട് തിരിച്ചു വരാൻ എടുത്തതെന്ന് അറിയാം. സോ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്നുള്ള ഇക്വേഷൻ നമ്മൾ 12th പഠിച്ച വെച്ച് നമുക്ക് വേണമെങ്കിൽ എത്രയാണ് ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സിഗ്നലോ അല്ലെങ്കിൽ സൗണ്ട് വേവ്സോ അങ്ങനെ വെച്ച് ചെയ്യുന്നതാണ് നമ്മുടെ റഡാർ ആൻഡ് റേഡിയോ ടെലിമെട്രി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ സിഗ്നൽസ് ആണ്, അല്ലെങ്കിൽ ലൈറ്റ് ആണ്. അതാണെങ്കിൽ നമുക്ക് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. പിന്നെ അതുകൂടാതെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ എന്ന് പറയുന്നത് ഒരു ട്രാൻസ്മിറ്റർ എർത്തിലും മറ്റ് റിസീവർ സാറ്റലൈറ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് എർത്തിൽ നിന്ന് സാറ്റലൈറ്റോട്ട് ഒരു സിഗ്നൽ വിടുന്നു, സാറ്റലൈറ്റിൽ നിന്ന് തിരിച്ചത് റിഫ്ലക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അത് ചെറുതായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടോ എർത്തിൻ്റെ മറ്റൊരു കോണിലോട്ട് വരുന്നു. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് സാറ്റലൈറ്റ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇതാണ് ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ്റെ കുറേ ടൈപ്സ്. അപ്പം ബേസിക്കലി ഒരു എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മീൻസ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങളൊരു നല്ലൊരു എഞ്ചിനീയറായി മാറും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഫക്റ്റീവായിട്ടൊരു ഇൻഫർമേഷൻ പല സ്ഥലത്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോസസ്സ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങളിപ്പം മെക്കാനിക്കലാണ്, അങ്ങനെയാണെങ്കിൽ എല്ലാവരും മെക്കാനിക്കൽ അല്ലേ ഇവിടെ ഇരിക്കുന്നവർ? അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങളിപ്പം ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ യൂണിറ്റ് ഓഫ് ഒരു മേ ബി ഒരു കാർ എടുക്കാം, പോഷ് കാറിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിലാണ് നിങ്ങളിപ്പം 8 പേരും ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. 8 പേരും പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഓരോരോ വിഭാഗത്തിലാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒന്നെങ്കിൽ ഫോൺ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ എപ്പോഴും ഫോൺ വഴി വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഡയൽ ചെയ്യുമ്പം അതിനെന്തായുള്ള ഒരു പ്രോബ്ലം കാണുമല്ലേ, അപ്പോൾ എപ്പോഴും ഒരു വിളിക്കാനൊരു ബുദ്ധിമുട്ട് കാണും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പോലീസുകാരുടെ വാക്കി ടോക്കി ഇല്ലേ, അപ്പം അത് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 പീസ് തന്നിട്ടുണ്ട്. ആ 8 ഹെഡ്സെറ്റ്സ് അല്ലെങ്കിൽ 8 ഡിവൈസ് തന്നിട്ടുണ്ട്. അതിലൊരു ഫ്രീക്വൻസി നിങ്ങളെല്ലാവരും ട്യൂൺ ചെയ്ത് വെച്ചേക്കുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഒരു വയർലെസ് വാക്കി ടോക്കി യൂസ് ചെയ്ത് നിങ്ങൾ 8 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പം ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓക്കെ ഞാനാണ് പീയൂഷ്, ഓക്കെ മിലിൻ ഉണ്ടോ, ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു പ്രൊഡക്ഷൻ സെന്ററിൽ തന്നെ ഇപ്പം നിങ്ങൾ ഒരു പെയിന്റിങ് ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ കണ്ടു ഒരു ഡെന്റ് ഉണ്ടെന്ന്, അപ്പം അത് ഇൻഫർമേഷൻ വേണമെങ്കിൽ മറ്റേ വിഭാഗത്തിലോട്ട് ഉടനെ തന്നെ വിളിച്ചറിയിക്കാൻ പറ്റും അല്ലേ. അപ്പം അതൊരു അഡ്വാൻറ്റേജ് ആണ് കമ്മ്യൂണിക്കേഷനുള്ള. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് എ ഇമ്പോർട്ടൻറ്റ് തിങ് വെയർ യു ക്യാൻ ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ഇൻ എനി ഫീൽഡ് വെയർ യു ആർ വർക്കിംഗ് ഓൺ. സോ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഒരു ബേസിക് ഒരു ഇംപ്ലിക്കേഷനും ആപ്ലിക്കേഷനും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. സോ നമുക്കിനി ഇതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാം, ഇതെങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും, നമ്മൾ ഈ മെക്കാനിക്കൽ എഞ്ചിനീയർ എന്താണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ സിസ്റ്റം പഠിച്ചിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്. സപ്പോസ് നിങ്ങളൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിൽ 8 പേരുണ്ടെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ നേരിടുന്ന ഒരു കാര്യമാണ്, അപ്പോൾ ഒരു നിലവിലൊരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവിടെ നിങ്ങളുടെ കമ്പനിയിൽ പ്രൊപ്പോസ്ഡ് അല്ല. നിങ്ങൾ ചെയ്യുന്നത് ഫോൺ വഴിയാണ് വിളിച്ചു പറയുന്നത്. പക്ഷെ ഫോൺ വഴി വിളിച്ചു പറയുമ്പോഴത്തേക്ക് അതിലുള്ള നേരിടുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1 മിനിറ്റോ 1.5 മിനിറ്റോ കണക്ഷൻ ചെയ്യാൻ തന്നെ ഇതായിരിക്കും. പിന്നെ അത് കൂടാതെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ പ്രൊഡക്ഷനുള്ള ഡിവൈസസിൻ്റെ സൗണ്ടും ഇൻ്റർഫറൻസ് പറഞ്ഞാൽ അതിലുണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽ നിങ്ങൾ സംസാരിക്കുന്ന ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് ഇൻ്റർഫിയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു നോയ്സ് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പം നിങ്ങൾ 8 പേരിൽ ഒരാൾക്ക് സുപ്പീരിയറിൻ്റെ അടുത്ത് പറയാൻ പറ്റുവാണെന്ന് വിചാരിക്കുക, അതായത് സാർ നമ്മളിങ്ങനെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറിൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആവുന്നില്ല, പക്ഷെ നമ്മളിങ്ങനെ ഒരു പ്രൊപ്പോസൽ കൊണ്ടുവരുവാണ്, ഈ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഈച്ച് പ്രൊഡക്ഷൻ ലൈൻ. സോ അതിൽ ഒരാൾ പ്രൊപ്പോസൽ കൊണ്ടുവരുവാണെങ്കിൽ, ഇപ്പം നിങ്ങളെല്ലാവരും ഒരേ തട്ടിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സ് ആണ്, പക്ഷെ അതിൽ തന്നെ ഒരാൾ ഈ പ്രസന്റ് സിസ്റ്റത്തിനെ കുറച്ചും കൂടെ ഒരു മോഡിഫൈ ചെയ്ത് പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും കൂട്ടാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറായി ഒരു പ്രൊപ്പോസൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് അവിടെ നിന്ന് കൂടുകയാണ്. സോ എനി ഇൻഫർമേഷൻ ദാറ്റ് യു ഹാവ് വിച്ച് വിൽ ഹെൽപ്പ് യു ടു ഗ്രോ ഇൻ എ പെർട്ടിക്കുലർ കരിയർ will always be a good thing. സോ അതുകൊണ്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ പറ്റി നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത്. എവിടെ പോയാലും ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പം ബേസിക് ആയിട്ട് എന്തൊക്കെ ഉണ്ടോ
എന്നുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഏത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആയിരിക്കും ഇവിടെ സൂട്ട് ആവുന്നത് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സുപ്പീരിയർ ഓഫീസേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്കൊരു ഗെയിനിങ് കിട്ടാൻ ചെയ്യാം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. സോ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ ശരി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സൈഡിൽ ഇൻഫർമേഷൻ ഉണ്ട്. ഇൻഫർമേഷൻ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഓഡിയോ സിഗ്നലാണ്. ആ ഓഡിയോ സിഗ്നൽ നമ്മൾ നേരെ റിസീവർ എൻഡിൽ എത്തിക്കണം. റിസീവർ എൻഡിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഞാനിപ്പോൾ സംസാരിക്കുന്നതാണെങ്കിൽ അത് എന്ത് ഇതായിരിക്കും? ഓഡിയോ ആയിരിക്കും. അപ്പോൾ ഓഡിയോ റിസീവ് ചെയ്യണമെങ്കിൽ എന്ത് ഡിവൈസ് വേണം? അത് ചോദ്യമാണേ. ഓഡിയോ ആണ്. അപ്പോൾ ഓഡിയോ ആണെങ്കിൽ ഏത് ഡിവൈസാണ് വേണ്ടേ? ഒരു മൈക്ക് അല്ലേ വേണ്ടേ? അപ്പോൾ എൻ്റെ ഹെഡ്സെറ്റ് മൈക്കിൽ ഞാൻ സംസാരിക്കുന്നു, നേരെ നിങ്ങൾ ഹെഡ്സെറ്റിൽ തന്നെ സ്പീക്കറുണ്ട്, അത് കേൾക്കുന്നു. അപ്പം നിങ്ങൾ ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത് ഓഡിയോ ആണ്. ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് സെൻസറാണ്. സെൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺവേർട്സ് എ ഫിസിക്കൽ ഡേറ്റ ടു എ ഇലക്ട്രിക്കൽ സിഗ്നൽ, ഇലക്ട്രിക്കൽ സിഗ്നൽ ടു എ ഫിസിക്കൽ ഡേറ്റ, അങ്ങനെ മാറ്റുന്നതാണ്. അപ്പോൾ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ, ഒരു ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺവേർട്സ് എ ഫിസിക്കൽ പാരാമീറ്റർ ടു ഇലക്ട്രിക്കൽ പാരാമീറ്റർ. ഇവിടുത്തെ ഫിസിക്കൽ പാരാമീറ്റർ എന്ന് പറയുന്നത് സൗണ്ട് ആണ്. ആ സൗണ്ടിനെ ഇലക്ട്രിക്കൽ പാരാമീറ്റർ ആയിട്ട് മാറ്റും, അതാണ് ട്രാൻസ്ഡ്യൂസർ. ബട്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചു വരും. ഇലക്ട്രിക്കൽ സിഗ്നൽ വരുന്നതിന് അത് തിരിച്ചെന്തോലായിട്ട് മാറ്റും? സൗണ്ട് ഫിസിക്കൽ പാരാമീറ്ററിലോട്ട് മാറ്റും, അതാണ് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. അപ്പം ഞാൻ രണ്ട് സൈഡും പറഞ്ഞു. ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സൗണ്ട് ആണ്, സോ ഇൻഫർമേഷൻ സോഴ്സ്. റിസീവ് ചെയ്യുന്ന എന്താണ്? സൗണ്ട് ആണ്, ബട്ട് ഒരു സ്പീക്കർ. അപ്പൊ അതിന് തന്നെ ഇൻഫർമേഷൻ സോഴ്സ് എൻ്റെ സൗണ്ടാണ്. ആ സൗണ്ടിനെ ഞാൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യണം. ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ട്രാൻസ്ഡ്യൂസർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ. ആ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺവേർട്സ് എ ഓഡിയോ സിഗ്നൽ ടു എൻ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇപ്പം ഇത് ഇവിടെ നിന്ന് ഓഡിയോ സിഗ്നൽ, ഇതാണ് ഓഡിയോ സിഗ്നൽ. അത് നേരെ ഇതിലോട്ട് പോകുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആവും. അപ്പോൾ ഇലക്ട്രിക്കൽ സിഗ്നൽ വരും. അതിനെ എനിക്ക് വേണമെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഐ ക്യാൻ ട്രാൻസ്മിറ്റ് ആൻ ഇലക്ട്രിക്കൽ സിഗ്നൽ. ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചതുപോലെ ഒരു സൈൻ വേവ് ആണെന്ന് വിചാരിക്കാം. സൈൻ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പോൾ മൗസ് ആണല്ലോ, ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ള സിഗ്നൽ ആവാം. ഇപ്പം നിങ്ങൾ സാധാരണ ഒരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ പ്ലേ ചെയ്യുമ്പം ഇക്വലൈസർ കണ്ടിട്ടില്ലേ? ഇക്വലൈസറിൽ ഇങ്ങനെ മേളിലും താഴെ കുറെ ബാറൊക്കെ പോകത്തില്ലേ? അപ്പം അത് സൈൻ വേവ് എന്ന് പറയാൻ പറ്റത്തില്ല, കുറെ അൺഈവൻ ആയിട്ടുള്ള കുറെ ബാർസ് ആണ്. അപ്പം അതേപോലെ നമുക്ക് ഇവിടെ ഒരു സിഗ്നൽ കിട്ടും. ആ സിഗ്നൽ നമുക്ക് എന്ത് ചെയ്യാം? ചാനൽ വഴി ട്രാൻസ്മിറ്റ് ചെയ്യാം. പക്ഷെ ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ചാനൽ വഴി പോവുകയാണെങ്കിൽ അത് എപ്പോഴും ഏതൊരു ചാനൽ വഴി പോയാലും നമ്മൾ എന്ത് ഉണ്ടാവും? ഒരു ചെറിയ നോയ്സ് ആ ചാനലിലോട്ട് കയറി വരും. അതായത് നിങ്ങളിപ്പോൾ ഫോൺ വഴി സംസാരിക്കുമ്പോൾ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു മുഴക്കം കേൾക്കാറില്ല, അത് നോയ്സ് ആണ്. അപ്പം ഏതൊരു ട്രാൻസ്മിറ്റ് ചെയ്താലും ആ ചാനൽ ഒരു നോയ്സ് കാണും. ആ നോയ്സ് റിസീവറിലെത്തും. റിസീവറിലെത്തുന്നത് ഇലക്ട്രിക്കലാണ്. ആ ഇലക്ട്രിക്കലിനെ നമുക്ക് എന്ത് തിരിച്ച് കൺവേർട്ട് ചെയ്യണം? സൗണ്ടോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കും, പക്ഷെ ഔട്ട്പുട്ട് വേണ്ടത് നമുക്ക് സൗണ്ട് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യും. ഇതാണ് ഒരു ബേസിക് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്നും കൂടെ ഓടിച്ചു പറയാം. Now we have an information source which is sound, which needs to be converted and should be received at the receiver, ഒരു സ്പീക്കറിൽ വേണം. സോ സൗണ്ട് സിഗ്നൽ വരുന്നു. ഞാൻ ജസ്റ്റ് എനി സിഗ്നൽ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുക്കുന്ന ഫിസിക്കൽ പാരാമീറ്റർ സൗണ്ട് ആണ്. സോ സൗണ്ടിനെ കൺവേർട്ട് ചെയ്യുന്നത് ഒരു ട്രാൻസ്ഡ്യൂസർ ആണ്. ഇറ്റ് കൺവേർട്സ് എ ഫിസിക്കൽ പാരാമീറ്റർ ടു ഇലക്ട്രിക്കൽ പാരാമീറ്റർ. So the electrical parameter is being transmitted through a channel. While transmitting through a channel, a noise is also included in the channel. That is, we can't do anything. So the receiver gets the information, which is also in a noise channel, where it receives the correct audio by the use of a transducer, which is output transducer. ഇതാണ് നമ്മുടെ ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഈ നോട്ട് ഓൾറെഡി ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ അതിലുള്ള ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻ സോഴ്സ് എന്താണ്, ട്രാൻസ്ഡ്യൂസർ എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറഞ്ഞത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇവിടെയും ഓഡിയോ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്മിറ്ററിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ പ്രോസസ്സ് ചെയ്യുന്ന സിഗ്നലാണ്, അത് ഇലക്ട്രിക്കലായിരിക്കും. ഇലക്ട്രിക്കൽ സിഗ്നൽ നമുക്ക് ജസ്റ്റ് കിട്ടാൻ പോരാ, കിട്ടുന്നതിനെ ആംപ്ലിഫൈ ചെയ്യുന്നു. ആംപ്ലിഫയർ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഫിൽട്ടർ ചെയ്യുന്നു. ഫിൽട്ടർ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ് അപ്പ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ സിഗ്നലിനെ ഫിൽട്ടർ ചെയ്ത് വിടുന്നത് ഒരു ഫിൽട്ടറിംഗ് മോഡൽ, നമ്മുടെ ഒരു കപ്പാസിറ്റർ എന്നൊക്കെ പറഞ്ഞ പോലെ പഠിച്ചതാണ്. ഫിൽട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഓഡിയോ സിഗ്നലാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പം ഒരു പാട്ട്
പാട്ട് കേൾക്കുമ്പം ഒരു വോക്കലും കാണും, അതിൻ്റെ ഒരു കരോക്കി സൗണ്ടും കാണും അല്ലേ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വോക്കൽ സൗണ്ടും കരോക്കി രണ്ടും സെപ്പറേറ്റ് ആക്കാം. അതായത് ഇപ്പം ഞാനൊരു പാട്ട് പാടുവാണെങ്കിൽ അത് വളരെ മോശമായിരിക്കും. പക്ഷെ അപ്പം നിങ്ങൾക്ക് ആ പാട്ടിൻ്റെ ട്യൂണ് മാത്രം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ആ സൗണ്ട് മാത്രം ഫിൽട്ടർ ചെയ്ത് കളയാം. ഞാനിപ്പോൾ ഉപയോഗിച്ച വാക്കാണ് ഫിൽട്ടർ. അപ്പോൾ ഫിൽട്ടർ ചെയ്ത് കളയുമ്പം നമ്മൾ ഒരു സാധാരണ മനുഷ്യർ സംസാരിക്കുന്നത് സിഗ്നൽ രൂപത്തിൽ പറയുകയാണെങ്കിൽ അത് 4 kHz എന്ന് പറയുന്ന ഫ്രീക്വൻസി റേഞ്ചിലാണ് ഒരു ശരാശരി എല്ലാ ഹ്യൂമൻ വോയിസും കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ നിങ്ങൾ നേരത്തെ ഇക്വലൈസർ ചെയ്ത പോലെ ഈ 4 kHz അവിടെയുള്ള ഇക്വലൈസറിന്റെ ഗെയിൻ നമ്മളിങ്ങനെ നോബ് അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ആക്കത്തില്ലേ നമ്മൾ വീഡിയോ പ്ലെയറിൽ, അതേപോലെ ആ 4 kHz ഇക്വലൈസറിന്റെ ഗെയിന് 0 കൊണ്ടുവരുവാണെങ്കിൽ ഓഡിയോ സൗണ്ട് കാണത്തില്ല, ഓഡിയോ സൗണ്ട് ഇല്ലാതായി പോകും. അപ്പോൾ കരോക്കി മാത്രമേ പ്ലേ ആവത്തുള്ളൂ. സോ ഫിൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ സെലക്ട് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി ആൻഡ് വി ക്യാൻ ഫിൽട്ടർ ദാറ്റ് പെർട്ടിക്കുലർ ഫ്രീക്വൻസി ഔട്ട് ഫ്രം ആൻ ഇൻപുട്ട് സിഗ്നൽ. ഒരു ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് നമുക്കൊരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി റേഞ്ച് നമുക്ക് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്ത് കളയാം. അപ്പോൾ ആംപ്ലിഫൈ ചെയ്യാം മൊത്തം സിഗ്നൽ, എന്നിട്ട് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യാം. പിന്നെ ഒരു വാക്കുണ്ട് മോഡുലേഷൻ, അത് ഈ വരുന്ന ക്ലാസ്സിൽ ഞാൻ പറയാം. അത് എൻഡ് ഓഫ് ദ ഡേ യു വിൽ നോ വാട്ട് ഇസ് മോഡുലേഷൻ. പിന്നെ നമ്മൾ ആ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇതാണ് ചാനലിലോട്ട് പോകുന്നത്. ചാനലിലോട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് പറ്റും, അതിലുള്ള നോയ്സ് കയറും. അങ്ങനെ ഒരു അൺവാണ്ടഡ് സിഗ്നലാണ് നോയ്സ് എന്ന് പറയുന്നത്. റിസീവറിൽ അതേപോലെ തന്നെ ട്രാൻസ്മിറ്റർ ചെയ്ത പ്രോസസ്സ് അതേപോലെ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? കിരണാണോ പറഞ്ഞത്? ഓക്കെ സാർ. അതെ, ആരും ഇല്ലേ? ഓക്കെ ശരി. ഓക്കെ ശരി 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 ഓക്കെ. അപ്പം പിന്നെ അടുത്ത നമ്മൾ നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ നോക്കാൻ പറഞ്ഞൊരു കാര്യമാണ് ഫ്രീക്വൻസി ബാൻഡ്സ്. അപ്പം അതിൽ കുറച്ച് ഫ്രീക്വൻസി ബാൻഡ് ഞാനുണ്ട്. ഇത് എളുപ്പമാണ് പഠിക്കാൻ. ഇത് ഇക്വേഷൻ ഓഫ് 3 എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇത് പവർ ഓഫ് 3 എന്നാണ് പറഞ്ഞത്. പിന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാം 3 എന്നുള്ള രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ബേസിക് ആയിട്ട് കിലോ ഹെർട്സ്, മെഗാ ഹെർട്സ് എന്നുള്ള രീതിയിൽ കോൺസെപ്റ്റ് അറിയാലോ. ആദ്യം വരുന്നത് എന്താണ്? കിലോ ഹെർട്സ്. പിന്നെ വരുന്നത് എന്താ? മെഗാ ഹെർട്സ്. പിന്നെ ഗിഗാ ഹെർട്സ്. അപ്പോൾ ഇത് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഈ റേഞ്ച് ഒന്ന് എഴുതാവുന്നതാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ഓർത്ത് പഠിക്കാനും പറ്റും. എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഫസ്റ്റ് ഞാനും പഠിക്കുമ്പോഴും ഇപ്പം ഒരു ഐഡിയ ഇല്ല ഇതെങ്ങനെയാണ് കാണാൻ പഠിക്കുന്നത് എന്നുള്ളത്. പക്ഷെ അപ്പം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇപ്പം പഠിപ്പിക്കുമ്പോഴും എന്തായാലും നമ്മൾ സ്ഥിരം പഠിപ്പിക്കുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് കാണാതാണ്. മെയിൻലി ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് HF, VHF, UHF ഇവിടം തൊട്ടാണ് വരുന്നത് താഴോട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ HF, VHF, UHF ആണ് നമ്മൾ സാധാരണ ഇവിടെ താഴോട്ടാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അത് ഓർത്ത് വെച്ചിരിക്കുക. കാരണം ഞാനിപ്പം ഈ അമേച്ചർ റേഡിയോ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതെല്ലാം ഇവിടെ തൊട്ടുള്ള, അതായത് HF തൊട്ടുള്ള ഫ്രീക്വൻസി റേഞ്ചാണ് ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് അറിയേണ്ട ഒരു കാര്യം, ഇത് വെരി ലോ ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി, മീഡിയം ഫ്രീക്വൻസി, ഇതാണ് ഹൈ ഫ്രീക്വൻസി. അപ്പം ജസ്റ്റ് ഒരു പേര് കൊടുത്തിരിക്കുന്നതേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീക്വൻസി റേഞ്ച് എന്നുള്ള രീതിയിൽ പഠിക്കാം. ഇപ്പോൾ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ ഇനി പറയാൻ പോണത് ഫസ്റ്റ് മെഗാ ഹെർട്സ് ആണ്. അപ്പം ഞാൻ പറഞ്ഞു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് HF, VHF, പിന്നെ UHF. പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് SHF. അപ്പം S എന്ന് ഓർക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർത്താൽ മതി സാറ്റലൈറ്റ് ഉള്ളതാണ് അത്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്ന 2 പാർട്ടായിട്ടാണ്. 2 പാർട്ട് ആ രീതിയിൽ ആ ഒരു സ്റ്റോറി മോഡിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കിലോ ഹെർട്സ് അല്ല, മെഗാ ഹെർട്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം മെഗാ ഹെർട്സിലുള്ള ഒരു ഐഡിയ. അപ്പോൾ മെഗാ ഹെർട്സ് നോക്കുമ്പോഴത്തേക്ക് 3 മെഗാ ഹെർട്സ് ടു 30. അപ്പോൾ ഇതിൽ എപ്പോഴും വരുന്നത് 3 to 30, 30 to 300, 300 to 3000 ഈ രീതിയിൽ പോകും. 3000 പോയിട്ട് വീണ്ടും സിഗ്നൽ അതങ്ങ് മാറും. കണ്ടോ, 3 to 30, 30 to 300, 300 to 3000. ഇപ്പോൾ 3000 ഓൾറെഡി വന്നാൽ 3 into 10⁻³ ആണ് 3000 അല്ലേ. അപ്പം 3 into 10⁻³ മെഗായും വന്നു. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്. അപ്പം 3 into 10⁻³
ഇൻറ്റു 10⁻⁶. അപ്പോൾ അതിനെ നമുക്ക് കമ്പൈൻ ചെയ്ത് ഇത് വേണമെങ്കിൽ നമ്മൾ 3 എന്താ പറയുക 3 ഗിഗ എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത് വരുമ്പോൾ ഗിഗയിലായിരിക്കും പോകുന്നത്. നോക്കുക കണ്ടോ 3 ഗിഗ. അപ്പോൾ ഇത് 3000 മെഗാ എന്ന് പറഞ്ഞാലും 3 ഗിഗ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. മനസ്സിലായോ? ആരോമൻ അവിടെ എവിടെയോ സോഫയിൽ കിടക്കുവാണെന്ന് തോന്നുന്നു. അത് ജിഷ്ണുവാണ്. ഓക്കെ ശരി. അതിൽ 3 ഗിഗ ടു 30 ഗിഗ ഹെർട്സ്. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ഐഡിയ. ഓക്കെ അല്ലേ? അപ്പം ഈ ഫസ്റ്റ് പറയുകയാണെങ്കിൽ HF, VHF, UHF, പിന്നെ അത് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ SHF. അതിൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന നമ്മൾ സാധാരണ എല്ലാ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ പറയുന്നതാണ് HF ഹൈ ഫ്രീക്വൻസി, വെരി ഹൈ ഫ്രീക്വൻസി, അൾട്രാ ഹൈ ഫ്രീക്വൻസി, പിന്നെ SHF. നമ്മൾ സാധാരണ അമച്ചർ റേഡിയോസ് ഒക്കെ ഇതിലാണ് കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ആകുമ്പോഴത്തേക്ക് പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. അത് വെരി ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം എനിക്ക് വീട്ടിലൊരു 40 മീറ്ററിൻ്റെ ഒരു കേബിൾ വയർ ഇടുന്നു. അപ്പം അതിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് 7 മെഗാ ഹെർട്സ് ഫ്രീക്വൻസി ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് എനിക്ക് വേണമെങ്കിൽ നല്ല ആൻറ്റിന ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ശ്രീലങ്കയിലോ അല്ലെങ്കിൽ നമ്മുടെ ആഫ്രിക്കൻ കൺട്രീസിലോ വേണമെങ്കിൽ അവരുടെ ആൻറ്റിനയിൽ റിസീവ് ചെയ്യാം. അപ്പോൾ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷന് വെരി ലോങ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതേപോലെ VHF. ഈ VHF എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു എക്സാമ്പിൾ പറയുന്നത് പോലീസുകാരുടെ വോക്കി ടോക്കി ഒക്കെ കണ്ടുവാണെങ്കിൽ അത് യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി ഇതാണ് 30 to 300 മെഗാ ഹെർട്സ്. അപ്പം ആ ഒരു പോലീസ് ടു വോക്കി ടോക്കി അതിനെ പറയുന്നതാണ് FM 2 വേവ് റേഡിയോ. FM 2 വേവ് റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ ആണ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അതിൽ 2 വേ റേഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മളിപ്പോൾ 94.5 അങ്ങനെ വല്ലതും പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് റിസീവ് ചെയ്യാനേ പറ്റുള്ളൂ, തിരിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് 1 വേവ് ആണ്. നേരെ മറിച്ച് FM 2 വേവ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അമച്ചർ റേഡിയോസ് ഒക്കെ ആ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. 148 മെഗാ ഹെർട്സിലൊക്കെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതേപോലെ പോലീസിന്റെ ഫ്രീക്വൻസി ഈ റേഞ്ചിൽ തന്നെയായിരിക്കും, ഏതാണെന്ന് പറയുന്നില്ല ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ്. സോ അവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്, 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ സ്ഥിരം കേട്ട് കാണും, ഓക്കെ ദിസ് ഇസ് വിക്ടർ കോളിംഗ് എന്നൊക്കെ രീതിയിൽ പറയുമ്പോൾ ഓക്കെ റോജർ കോപ്പി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു PPT പ്രസന്റാണ് വരുന്നത്. ഓക്കെ അല്ലേ? കിരൺ എന്തോ പറഞ്ഞു? ഒന്നുമില്ല സാർ, അത് അറിയാതെ അറിയാവുന്നതാണ് കോബ്ര. ഓ ശരി ശരി, നമ്മുടെ ശരി, എനിക്ക് തോന്നി അത്. ഓക്കെ അതന്നെ എക്സാക്ട്ലി. അപ്പോൾ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്തിട്ടാണ് നമ്മളത് കേൾക്കുന്നത്. അതുകൊണ്ട് നമുക്കത് ഓഫ് ചെയ്യാൻ ഇടാനും പറ്റില്ല. അതാണ് ആ സിനിമയിൽ അവരെല്ലാവരും കേട്ടോണ്ടിരുന്നത് അല്ലേ. നമ്മുടെ സിനിമയുടെ പേരെന്തായിരുന്നു? ആക്ഷൻ ഹീറോ ബിജു. അതന്നെ. അപ്പൊ ആക്ഷൻ ഹീറോ ബിജുവില് അവരെല്ലാവരും അത് കേട്ടുകൊണ്ടിരുന്നുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു ഫ്രീക്വൻസിയിലാണ് ആ കേരളം മൊത്തത്തിലുള്ള പോലീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് അവർക്ക് ആ ഒരു ഫ്രീക്വൻസിയിലേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവർ കേട്ടോണ്ടിരുന്നത്. അല്ലെങ്കിൽ പിന്നെ അവർക്കൊരു ഫ്രീക്വൻസി മാറ്റിയിട്ട് പെട്ടെന്ന് അത് വേറെ ഫ്രീക്വൻസിയിലിട്ട് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നല്ലോ. അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ എയർക്രാഫ്റ്റിലുള്ള കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ടവർ കണ്ടിട്ടില്ലേ, ആ ടവറിലും നമ്മൾ ഈ ഒരു ഫ്രീക്വൻസിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് യൂസ് ചെയ്യുന്ന മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ AM ആണ്. ഓൾറെഡി നിങ്ങൾ 12th ഫിസിക്സിൽ പഠിച്ചത് കാണും, മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ ആൻഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇതാണ് അതിൻ്റെ ഡിഫറൻസ്. പിന്നെ അതിനുശേഷം നമ്മൾ അടുത്ത വരുന്നതാണ് UHF. UHF നമ്മൾ ഇതേപോലെ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ഫിലിം ഫെസ്റ്റ് ഒക്കെ വരുമെന്ന് വിചാരിക്കാം. ഫിലിം ഫെസ്റ്റ്, ഓൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റ് നമ്മൾ കേരളത്തൊക്കെ നടക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഗോവയിലൊക്കെ നടക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാരാണ് ബാക്ക് സ്റ്റേജിലെ കുറച്ച് സെക്യൂരിറ്റിയിൽ അവരെ വോക്കി ടോക്കി കാണും അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കൺസോൾ, ടെക്നിക്കൽ കൺസോളിൽ ഇരിക്കുന്ന ആൾക്കാർ വോക്കി ടോക്കി കാണും. അപ്പോൾ അതായത് അവിടുത്തെ ഉള്ള എന്തെങ്കിലും ഒരു ഡാൻസ് പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ ഡാൻസിനുള്ള കരോക്കി സൗണ്ട് വേണം. അപ്പോൾ അത് ടെക്നിക്കൽ കൺസോളിലുള്ള ആൾ വേണം ആ സൗണ്ട് പ്ലേ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ ക്വയറ്റ് ഡിസ്റ്റൻസ്. ഫോൺ വിളിച്ച് പറയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒരു ഹയർ ഫ്രീക്വൻസി ബാൻഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് അറൌണ്ട് 485 മെഗാ ഹെർട്സിലായിരിക്കും. അപ്പം ആ ടൈപ്പ് കമ്മ്യൂണിക്കേഷൻ വരും. പിന്നെ ഇതിലുള്ള വേറൊരു കാര്യം, ഇപ്പൊ പറഞ്ഞ VHF-ഉം UHF-ലും നമുക്ക് ടെലിവിഷന്റെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവിടത്തുള്ള ഫ്രീക്വൻസി ബാൻഡ് ഉണ്ട്. അതുവാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഈ കപ്പലിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് നാവിഗേഷൻ ചാർട്ട് വേണം. അങ്ങനെയുള്ള നാവിഗേഷനും കമ്മ്യൂണിക്കേഷനും ചെയ്യാനും ഇത് ഉപയോഗിക്കും. പിന്നെ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഫിഷർമാൻ, അപ്പോൾ അതിൽ നമ്മൾ ബോട്ടിൽ പോവുകയാണെങ്കിൽ കടലിനുള്ളിലാണ് പോകുന്നത്. കടലിനുള്ളിൽ പോകുമ്പോൾ എപ്പോഴും റേഞ്ച് കിട്ടണമെന്നില്ല അല്ലേ. അങ്ങനെ വരുമ്പോൾ അവരെന്ത് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ വോക്കി ടോക്കി യൂസ് ചെയ്യും. അപ്പോൾ വോക്കി ടോക്കി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫ്രീക്വൻസിയിൽ നിന്ന് മറ്റു ഫ്രീക്വൻസിയിലെ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ പറ്റും. അവരും ഈ VHF അല്ലെങ്കിൽ UHF ഉപയോഗിക്കുന്നതാണ്.
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ നാവിഗേഷന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം, ചില ഫോൺസിലുള്ള ബ്ലൂടൂത്തിൻ്റെ ഫ്രീക്വൻസി ഇതിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അതിന് ഞാൻ കറക്റ്റ് ഫ്രീക്വൻസി പറഞ്ഞാൽ 433 മെഗാഹെർട്സ്. അപ്പോൾ 433 മെഗാഹെർട്സ് എന്ന് പറയുന്ന ഒരു RF മോഡ്യൂളാണ്. അത് നിങ്ങൾക്ക് ഈവൻ നിങ്ങളുടെ റിമോട്ട് കൺട്രോൾ ടോയ് കാറിൽ വരെ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് 433 മെഗാഹെർട്സിലുള്ള ഒരു RF റേഡിയോ ഫ്രീക്വൻസി മോഡ്യൂൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാം. ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളുടെ കാറിൽ ഒരു റിമോട്ട് കൺട്രോൾ കീ ഉണ്ടാവും, അതിൽ ലോക്കും കാണും അൺലോക്കും കാണും. അപ്പോൾ ആ റിമോട്ട് കൺട്രോൾ കീ കാർ അൺലോക്ക് ചെയ്യാനാണ്. അപ്പോൾ അതിൽ വരുന്ന സെയിം ഫ്രീക്വൻസിയാണ് 433 മെഗാഹെർട്സ്. അപ്പം ബ്ലൂടൂത്ത് ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ഡിവൈസ് ആയിക്കോട്ടെ, ഇതെല്ലാം അത് ഇൻബിൽറ്റ് എനേബിൾ ആണ്. ഇതെല്ലാം അത് ചെയ്യുന്നത്. ഇതിനുശേഷം അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ 3000 മെഗാഹെർട്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇനി 3 ഗിഗാഹെർട്സ് പറയും. അപ്പോൾ നേരത്തെ പറഞ്ഞ ഫോർമുലയാണ് 3 to 30. അപ്പം ഇപ്പോൾ 3 ഗിഗാഹെർട്സ്, അപ്പോൾ 3 ഗിഗാഹെർട്സ് to 30 ഗിഗാഹെർട്സ്, ഇതാണ് നമ്മുടെ SHF. ഇത് നമ്മൾ ഫുള്ളും സാറ്റലൈറ്റിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനെ ബേസിക് പറയുകയാണെങ്കിൽ നമ്മൾ എർത്ത് സ്റ്റേഷനിൽ നിന്ന് നേരെ സാറ്റലൈറ്റിലോട്ട് പോകും, സാറ്റലൈറ്റിൽ നിന്ന് നേരെ തിരിച്ച് എർത്ത് സ്റ്റേഷനിലോട്ട് പോകും. സാറ്റലൈറ്റിൽ നമുക്ക് സോളാർ പാനൽ യൂസ് ചെയ്തിട്ടാണ് എനർജി എടുക്കുന്നത്. സോ അവിടെ നമുക്ക് പവറിൻ്റെ ഒരു കുറവുണ്ട്. എർത്തിൽ ജനറേറ്റ് ചെയ്യുന്ന പവർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് സാറ്റലൈറ്റിലുള്ള പവർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ അങ്ങനെ റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ ദ ഫ്രീക്വൻസി കൂടും തോറും നമുക്ക് പവറും കൂടും. അതായത് ഫ്രീക്വൻസി കൂട്ടുവാണെങ്കിൽ ട്രാൻസ്മിഷൻ പവറും നമ്മൾ കൂട്ടേണ്ടിയിരിക്കുന്നു. അത് കാരണം എർത്തിലാണെങ്കിൽ നമുക്ക് പവർ ഇഷ്ടം പോലെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാം, ഐദർ ത്രൂ ഡാമിൽ ഹൈഡ്രോ ഇലക്ട്രിക് ഡാമോ സോളാറോ അല്ലെങ്കിൽ വിൻഡോ, കുറേ ന്യൂക്ലിയറോ, പല രീതിയിൽ നമുക്ക് എനർജി KSBയിൽ നിന്ന് ഗ്രിഡിൽ നിന്ന് എടുക്കാം. നേരെ മറിച്ച് മുകളിൽ കിടക്കുന്ന സാറ്റലൈറ്റിന് നമുക്ക് ഒരിക്കലും കൂടുതൽ എനർജി എടുക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ സോളാർ മാത്രമേ ഉള്ളൂ, അതിൽ നമുക്കൊരു പവർ ബാങ്ക് പോലെ കുറച്ച് ബാറ്ററി ബാങ്ക് കാണും. അപ്പോൾ അതിലുള്ള പവർ കുറവായത് കാരണം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി നമ്മൾ കുറച്ചേ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഗിഗാഹെർട്സ് to 30 ഗിഗാഹെർട്സിൽ നമ്മൾ കുറേ ബാൻഡ് പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് 6/4 എന്ന് പറയും. 6/4 എന്ന് പറഞ്ഞാൽ 6 ഗിഗാഹെർട്സ് ആൻഡ് 4 ഗിഗാഹെർട്സ്. അപ്പം ഞാൻ ഈ വെച്ചൊന്ന് പറഞ്ഞേ, എന്തായിരിക്കും 6? എർത്തിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതായിരിക്കും കൂടിയ ഫ്രീക്വൻസി, അതോ സാറ്റലൈറ്റിൽ നിന്ന് താഴോട്ട് വരുന്നതായിരിക്കും കൂടിയ ഫ്രീക്വൻസി? ഇത് നിങ്ങളുടെ അടുത്തൊരു ചോദ്യമാണ്, ആർക്ക് വേണമെങ്കിലും പറയാം. എർത്തിൽ നിന്നുള്ളതാണോ സർ? ആ എർത്തിൽ നിന്നുള്ളതായിരിക്കും കൂടിയ ഫ്രീക്വൻസി. കറക്റ്റ്. കിരൺ അല്ലേ? അതെ. ഓക്കെ. അതായത് നമുക്ക് ഓക്കെ, വെരി ഗുഡ് കിരൺ. അതായത് എർത്തിൽ നമുക്ക് കൂടുതൽ പവർ ജനറേറ്റ് ചെയ്യാൻ പറ്റും, അതുകൊണ്ട് നമുക്ക് ഫ്രീക്വൻസി കൂടിയ ഫ്രീക്വൻസി ട്രാൻസ്മിറ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ എർത്തിലുള്ളത് 6 ഗിഗാഹെർട്സ് ആയിരിക്കും, സാറ്റലൈറ്റ് വരുന്നത് 4 ഗിഗാഹെർട്സ് ആയിരിക്കും. അപ്പോൾ 2 ഗിഗാഹെർട്സ് വ്യത്യാസം ഉണ്ടെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം പവർ രീതിയിൽ നമുക്ക് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രീക്വൻസി ചാനൽസ്. സോ ഇതിനകത്ത് ഓൾറെഡി ഡീറ്റെയിൽസ് ഇവിടെ നമ്മൾ മെയിൻലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ HF, VHF, UHF ആൻഡ് SHF. അത് 330, 30 to 300, 300 to 3000, ഇതെല്ലാം മെഗാഹെർട്സ് ആണ്. 3000 മെഗാഹെർട്സിനെ നമുക്ക് എന്തായിട്ട് മാറ്റാം? 3 ഗിഗാഹെർട്സ് ആയിട്ട് മാറ്റാം. സോ 3 ഗിഗാഹെർട്സ് to 30 ഗിഗാഹെർട്സ്, ഇതാണ് നമ്മൾ അടുത്ത ഫ്രീക്വൻസി. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ കോമൺ ആയിട്ട്, നമ്മളെന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ സിവിലിയൻസ്, നമ്മളെല്ലാവരും സിവിലിയൻസ് ആണ്. സോ നമ്മളല്ലാത്ത ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ് ബാക്കിയുള്ളത്, അതായത് 3 ഫ്രീക്വൻസി ഉണ്ട്. അവിടെ ഞാൻ കിലോ ഹെർട്സ് ആണ് പറയുന്നത്. സെയിം കോൺസെപ്റ്റ്, 3 to 30, 30 to 300, 300 to 3000 ആണ്. 3000 കിലോ ഹെർട്സിന് പകരം ഞാൻ ഇവിടെ ഷോർട്ട് ആയിട്ട് എന്ത് എഴുതുന്നു? 3 മെഗാഹെർട്സ്. ഇതാണ് നമ്മൾ സിവിലിയൻസിന് കോമൺ ആയിട്ട് ഉപയോഗിക്കാത്ത ഒരു ഫ്രീക്വൻസി റേഞ്ച്. വെരി ലോ ഫ്രീക്വൻസി ആൻഡ് മീഡിയം ഫ്രീക്വൻസി ഇത് പറയുന്നത്. അപ്പോൾ 3 കിലോ ഹെർട്സ് to 30 കിലോ ഹെർട്സ്. ഇതിൽ തന്നെ ശ്രദ്ധിച്ച് നോക്കുവാണെങ്കിൽ 4 കിലോ ഹെർട്സ് ആണ് നമ്മുടെ സാധാരണ ഓഡിയോ സിഗ്നൽ. അപ്പോൾ ഓഡിയോ സിഗ്നലിന് നമുക്ക് വേണമെങ്കിൽ മോഡുലേഷൻ ആംപ്ലിഫൈ ചെയ്തിട്ട് വെരി ലോങ് ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സോ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ലോങ് ഡിസ്റ്റൻസിന് യൂസ് ചെയ്യുന്നതാണ് ഈ ഫ്രീക്വൻസി റേഞ്ച്. അത് നമുക്ക് മോഡുലേഷൻ സ്കീം നല്ലതാണെങ്കിലേ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സിമിലർലി പിന്നെ അടുത്ത ഈ 2 ഫ്രീക്വൻസി എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ അണ്ടർ വാട്ടർ മെറീൻ കമ്മ്യൂണിക്കേഷനിലാണ്. മെറീൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വെയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അൾട്രാസോണിക് എന്ന് പറയുന്ന രീതിയിലല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ലോ ഫ്രീക്വൻസി ബാൻഡിലാണ് അത് കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം വെള്ളത്തിൻ്റെ അടി കൂടെ പോകുന്നതുകൊണ്ട് നമ്മൾ കൂടുതലും ഫ്രീക്വൻസി കൂടിയതല്ല, ഫ്രീക്വൻസി ഏറ്റവും കുറവുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യാൻ കാരണം വെള്ളത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ വെള്ളവും എയറും നോക്കുവാണെങ്കിൽ കൂടുതൽ അറ്റ്യൂനേഷൻ അല്ലെങ്കിൽ ലോസ് ഉണ്ടാകുന്നത് വെള്ളത്തിലായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് വേവ് ലെന്ത് എത്രമാത്രം കൂട്ടുന്നു അപ്പം അത്രയും നല്ലതായിരിക്കും. വേവ് ലെന്ത് കൂട്ടുകയാണെങ്കിൽ ഫ്രീക്വൻസി കുറയ്ക്കണം അല്ലേ. അതുകൊണ്ടാണ് നമ്മളിവിടെ ഫ്രീക്വൻസി 30 കിലോ ഹെർട്സ് to
ഈ 3000 കിലോ ഹെർട്സ് എന്നുള്ള രീതിയിൽ ഇത്രയും രണ്ടും പറഞ്ഞിട്ടുള്ളത്. സോ ഈ രണ്ടും നമ്മൾ മറീൻ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ചെറിയ ഫ്രീക്വൻസി പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ, ഒരു സബ്മറീൻ നിന്ന് മറ്റേ സബ്മറീൻ വരെ. നേരെ മറിച്ച് ഈ പ്രസിഡന്റ് താഴെ കിടക്കുന്ന ന്യൂക്ലിയർ സബ്മറീൻസിന് എല്ലാവരുടെ പറയാണ് ന്യൂക്ലിയർ എല്ലാ സ്ഥലത്തും ഇടണമെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യും ഒരാളിൽ നിന്ന് 1 to many. ഇത് 1 to 1 ആണ് ആദ്യത്തേത്. ഇത് 1 to many. 1 to many വരുമ്പോൾ ബ്രോഡ്കാസ്റ്റിങ്ങിന് അത്. അപ്പൊ ഇത് ഇത്രയാണ് ഫ്രീക്വൻസി ബാൻഡിൽ വരുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ താഴെ ബേസിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്ത് വരുന്നതാണ് മൈക്രോവേവ് ബാൻഡ്സ്. അത് നമ്മൾ നേരത്തെ പഠിച്ച ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചിൻ്റെ അകത്ത് വരുന്നതാണ്. അവസാനത്തെ രണ്ടും ഫ്രീക്വൻസി റേഞ്ചിൻ്റെ അകത്ത് വരുന്നതാണ്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. മൈക്രോവേവ് ബാൻഡ് എന്ന് പറയുന്നത് അത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് തന്നെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സ്ഥിരം കാണുന്നതാണ്. നിങ്ങളിപ്പം പുറത്തു പോകുമ്പോൾ ടവർ കണ്ടിട്ടില്ലേ സാർ? ഓഡിയോ. ടവർ കണ്ടിട്ടില്ലേ? ടവർ ഒരു മൊബൈൽ ടവർ. ആ മൊബൈൽ ടവറിൽ ശ്രദ്ധിച്ചു കാണും, ഒരു നീളത്തിൽ പരന്നുള്ള ഒരു പ്ലേറ്റും അതുകൂടാതെ വട്ടത്തിലിരിക്കുന്ന ഒരു വെള്ള കളർ ഡിഷും അല്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ട്. അതന്നെ. ആ വെള്ള കളർ ഡിഷ് എന്ന് പറയുന്നത് ശരിക്കും അത് മൈക്രോവേവിന്റെ ഒരു ട്രാൻസ്മിറ്റർ റിസീവറാണ്. അത് യൂസ് ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ 2 ടവർ സിറ്റിയിൽ വല്ലതും ഇരിക്കുകയാണെങ്കിലായിരിക്കും കൂടുതലും ഇതേപോലെ ഡിഷ് കാണുന്നത്. ഡിഷിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഒരു ടവർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കണക്ഷൻ ഇടുന്നെങ്കിൽ റോഡ് കുഴിച്ചിട്ടായിരിക്കും കുറെ കേബിളൊക്കെ ഇടുന്നത്. ഇപ്പൊ നമ്മൾ അങ്ങനെ റോഡ് കൂടുതലും കുഴിക്കുന്നത് കണ്ടിട്ടില്ല അല്ലേ? അതിന്റെ മെയിൻ കാരണം നമ്മൾ റോഡ് കുഴിക്കുന്നത് കുറച്ചും കൂടെ പണിയാണ്. അതിന് പകരം നമ്മൾ മൈക്രോവേവിന്റെ ഒരു ഡിഷ് അങ്ങനെ വെക്കാം. അപ്പൊ മൈക്രോവേവ് ഡിഷ് എന്ന് പറയുന്നത് നമ്മൾ ലേസർ പോലെ ഹൈലി കൊഹറന്റ് ആണ്. ലേസർ എന്ന് വെച്ചാൽ നമ്മളൊരു പോയിന്റ് ലേസർ അടിച്ചു കഴിഞ്ഞാൽ ദൂരെ ഒരു ഡോട്ടല്ലേ കാണത്തുള്ളൂ. അപ്പൊ ആ കറക്റ്റ് ഒരു നീളത്തിൽ ഒരു ലൈന് പോലെ തന്നെ പോകും അല്ലെ, കൊഹറന്റ് ആയിട്ട്. അപ്പൊ അങ്ങനെ പോകുന്നതിനാണ് നമ്മൾ കൊഹറന്റ് എന്ന് പറയുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വിത്തൗട്ട് ഡിസ്പേർഷൻ, ആ ലൈറ്റ് സൈഡിലോട്ട് ഡിസ്പേഴ്സ് ചെയ്ത് പോകുന്നില്ല. അപ്പം മൈക്രോവേവും അതേപോലെ ഹൈലി കൊറണ്ട് ആയതുകൊണ്ട് ആ ഡിഷിൽ നിന്ന് വിടുന്നത് കറക്റ്റ് ആ ഡിഷിന്റെ സൈസിലുള്ള ഒരു നീളത്തിലുള്ള ഒരു വേവ് അല്ലെങ്കിൽ സിലിണ്ടർ പോലെ ഒന്നത് സങ്കല്പിക്കുക. അത് വേറൊരു ടവറിന് കറക്റ്റ് ആയിട്ട് അലൈൻ ചെയ്തിരിക്കും. അങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് സ്ഥിരമുള്ളതാണ്. പക്ഷേ ടവർ വെച്ചിരിക്കുന്ന കാരണം കുഴപ്പമില്ല. ആ ലൈൻ ഓഫ് സൈറ്റ് ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലോട്ടിൽ എപ്പോഴും നമ്മൾ തല വല്ലതും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പണി പാടും. അതായത് നല്ല ഒരു മൈക്രോവേവ് റേഡിയേഷൻ ആയിരിക്കും. മൈക്രോവേവ് അറിയാമല്ലോ, സാധാരണ നമ്മൾ ഭോജനം ചൂടാക്കാൻ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പം ആ എനർജി നമ്മൾ അബ്സോർബ് ചെയ്തിട്ട് നമ്മളുടെ മോളിക്യൂൾസ് നല്ല രീതിയിൽ വൈബ്രേറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്യുന്ന കാരണം ചൂടാവും. അപ്പൊ അത് നമ്മുടെ ഹെൽത്ത് വൈസ് പ്രോപ്പർ അല്ല. അതുകൊണ്ട് ഒരിക്കലും മൈക്രോവേവ് ഡിഷിന്റെ അടുത്ത് തല കൊണ്ട് വെക്കരുത് ടവറിന്റെ. അത് ഹൈലി കൊറന്റ് ആണ്. താഴെ നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ മേളിൽ ആ ഡിഷിന്റെ ആ ഒരു ഫീൽഡിലോട്ട് ഒന്നും വരരുതെന്നാണ് സാരം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ വല്ല ഒരു പറവയോ വല്ല പക്ഷിയോ വല്ലോ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ കാര്യം പോക്കായിരിക്കും. വേണമെങ്കിൽ ഫ്രൈ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിന് സീരിയസ് ആയിട്ടുള്ള ഒരു മ്യൂട്ടേഷൻ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഒരിക്കലും പക്ഷികളും ആ രീതിയിൽ കറങ്ങാറില്ല. അത് അതിനറിയാവുന്നതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഉള്ള ഒരു സിഗ്നലാണ്. ഓക്കെ, ശരി. ഒരു ചെറിയൊരു തുമ്മൽ വന്നു, അതാണ് മ്യൂട്ട് ചെയ്തത്. ഓക്കെ, അടുത്തത് നമുക്ക് ഈ എൽ ബാൻഡ്, എസ് ബാൻഡ്, സി ബാൻഡ്, ഇങ്ങനെ കുറെ ബാൻഡിന്റെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ബാൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിക്കുക. മെൻഷൻ ചെയ്തിട്ടുണ്ട് എത്ര ഫ്രീക്വൻസി റേഞ്ച്, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്നുള്ളത്. അപ്പൊ നമ്മൾ എൽ ബാൻഡ് നോക്കുവാണെങ്കിൽ 1 GHz to 2 GHz. അത് കൂടുതലും നമ്മൾ GSM മൊബൈൽ ഫോണിലാണ് ഉപയോഗിക്കുന്നത്. അത് 950 നാനോമീറ്റർ, അങ്ങനെ 950 GHz അങ്ങനത്തെ ഉള്ള ഓപ്പറേഷൻ ഫ്രീക്വൻസി ഉണ്ട്. 850 ഇങ്ങനെയുള്ള കുറച്ച് ഫ്രീക്വൻസി ബാൻഡ് ഉണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ അടുത്ത് വരുന്ന എസ് ബാൻഡ്. അപ്പൊ അതിലുള്ള ഗിഗാർഡ്സ് എന്ന് പറയുന്നത് ബാക്കിയുള്ള 2 GHz to 4 GHz. അപ്പൊ അത് കൂടുതലും യൂസ് ചെയ്യുന്ന ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. വയർലെസ് നെറ്റ്വർക്ക്സിൽ ഉപയോഗിക്കും. അത് ബെസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വൈഫൈ എന്ന് പറയുന്നത് 2.4 GHz ആണ്. സോ അതെന്ന് പറയുന്നത് ഒരു എസ് ബാൻഡ് ആണ്, മൈക്രോവേവ് ആണ്. പക്ഷെ അതിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒമ്നി ഡയറക്ഷൻ ആണ്. മൈക്രോവേവ് ഫ്രീക്വൻസി ആണ്, പക്ഷെ അത് ഒമ്നി ഡയറക്ഷനിലായിട്ട് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ല ഹൈലി കോഹറന്റ് ആയിട്ടല്ല. അപ്പോൾ മൈക്രോവേവ് ഒരിക്കലും അത്രയും നല്ലതല്ല എന്നാണ് പറയുന്നത്. അതിനുള്ള എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം വിത്തുകൾ എടുത്തിട്ട് ഒരു വൈഫൈ റൂട്ടറിന്റെ അടുത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ അത് അത്രയും വെള്ളത്തിൽ അകത്ത് വെച്ചാലും അതിങ്ങനെ കിളുക്കത്തില്ല. അതായത് ഒരു എക്സാമ്പിൾ ചെയ്തതാണ്. അതായത് വൈഫൈ റൂട്ടറിന്റെ അടുത്ത് വെക്കുന്ന ചിലപ്പോൾ ബീൻസോ പയറോ എല്ലാം എടുത്ത് വെച്ചിട്ട് വെള്ളത്തിൽ വെച്ച് കിളിപ്പിക്കുമെന്ന് വിചാരിക്കുക. വൈഫൈ റൂട്ടർ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അത്രയും കിളിക്കത്തില്ല. അതെല്ലാം
അഴുകി പോകുന്നത്. അപ്പോൾ അതൊരു എക്സ്പെരിമെൻ്റ് ആണ്, ജസ്റ്റ് റേഡിയേഷൻ ഹാർംഫുൾ ആണോ അല്ലേന്ന്. അപ്പോൾ നിങ്ങളെപ്പോഴും എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ വൈഫൈ റൂട്ടർ എപ്പോഴും വീട്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഓൺ ചെയ്ത് വെക്കാതെ നൈറ്റ് ആകുമ്പോഴത്തേക്ക് അത് വേണമെങ്കിൽ ഓഫ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം ഈ എസ് ബാൻഡ് എന്ന് പറയുന്നത് 2 GHz to 4 GHz ആണ്. സോ അത് നമ്മൾ വേണമെങ്കിൽ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ വയർലെസ് നെറ്റ്വർക്ക്സ് വേണമെങ്കിൽ പറയാം. വയർലെസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈഫൈ 2.4 GHz ആണ്. ഓക്കെ, അതേപോലെ സി ബാൻഡ് എന്ന് പറയുന്നത് 4 GHz to 8 GHz, അത് കുറച്ചൊന്ന് മാറി. അപ്പോൾ ഇതിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിന്റെ പെനട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സ്റ്റക്കിളിൽ നിന്ന് പെനട്രേറ്റ് ചെയ്ത് പോവുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നേരത്തെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് 12th സ്റ്റാൻഡേർഡിൽ പറഞ്ഞിട്ടുണ്ട്, ലൈറ്റ് ആണെങ്കിൽ ഒരു ഒബ്സ്റ്റക്കിള് അറൗണ്ട് പോകാൻ പറ്റത്തില്ല, പക്ഷെ സൗണ്ട് ആണെങ്കിൽ അറൗണ്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മതിലിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മതിലിന്റെ അപ്പുറത്തിരിക്കുന്ന ആളെ കാണാൻ പറ്റത്തില്ല, പക്ഷെ ആ വ്യക്തി പറയുന്ന വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ കണ്ണ് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ അല്ലെങ്കിൽ ലൈറ്റ് ഒരിക്കലും ഒരു ഒബ്സ്റ്റക്കിൾ ത്രൂ പോകാൻ പറ്റത്തില്ല, പെനട്രേറ്റ് ചെയ്ത് പോകത്തില്ല. പക്ഷെ നേരെ മറിച്ച് സൗണ്ട് ആണെങ്കിൽ വേണമെങ്കിൽ പെനട്രേറ്റ് ചെയ്ത് ആ ഒബ്സ്റ്റക്കിളിന്റെ അറൗണ്ട് പോകാൻ പറ്റും. അതാണ് അത് ഉദ്ദേശിക്കുന്നത്. സോ അതിൽ സ്പെല്ലിംഗ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. പെനട്രേറ്റ് ക്ലൗഡ്സ് ആണ് CLOUDS. മേഘം, ഡസ്റ്റ്, സ്മോക്ക്, സ്നോ, റെയിൻ, ഇതെല്ലാം പോകാൻ പറ്റും. അപ്പോൾ കർവ് വഴി കൂടെ തന്നെ പോകാൻ പറ്റും. അതാണ് ഈ സി ബാൻഡ് 4 GHz to 8 GHz ലോങ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ 8 to 12 GHz ആണ്. അത് യൂഷ്വലി നമ്മുടെ World War II സമയത്ത് ഈ ഒരു ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമ്മൾ ടാർഗറ്റ് ഒക്കെ ചെയ്തത്. അപ്പം ഈ ഒരു ഫ്രീക്വൻസി റേഞ്ചാണ് 8 to 12 GHz റേഞ്ച് വരുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സാറ്റലൈറ്റിന് വന്നിരിക്കുന്നത് ആ ഫ്രീക്വൻസി റേഞ്ച് തന്നെയാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് 3 GHz to എത്രയാണ് പറഞ്ഞത്, 30 GHz. അതുവരെ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ ഇത് സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നതാണ്. അമേച്ചർ റേഡിയോ സിഗ്നൽസിന് ഉപയോഗിക്കും. അത് 7 MHz ഒക്കെയാണ് അമേച്ചർ റേഡിയോ സിഗ്നൽ ഉപയോഗിക്കുന്നത്. ആ 7 MHz ആന്റിന ലെന്ത് എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. 40 മീറ്റർ എന്ന് വെച്ചാൽ വെരി ഹ്യൂജ് ആണ്. പിന്നെ KU ബാൻഡ്, ഇപ്പം KU, K and KA എന്ന ബാൻഡ്, ഇതെല്ലാം നമ്മൾ ജനറലി സ്പീക്കിംഗ് എല്ലാം നമ്മൾ സാറ്റലൈറ്റിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നെ അടുത്തത് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, V ബാൻഡ്. അത് ഏറ്റവും കൂടിയതുള്ളതാണ്, ഏറ്റവും അറ്റുനേഷൻ കൂടിയതാണ്, അതായത് എപ്പോഴും റെസിസ്റ്റൻസ് കൂടിയാണ്. അത് കൂടുതൽ റഡാർ ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. റഡാർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനുള്ള കാരണം നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് തട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു വരാം. അപ്പോൾ ഒബ്ജക്റ്റ് ഐഡന്റിഫിക്കേഷനാണ്. അപ്പോൾ അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് നേരത്തെ പറഞ്ഞാൽ 50 to 75 GHz ആണ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഉള്ള ഫ്രീക്വൻസി റേഞ്ച്. ജസ്റ്റ് നിങ്ങൾ നോക്കുക ഗൂഗിൾ ക്ലാസ് റൂമിൽ. അപ്പം ബേസിക് ആയിട്ട് പറയുമ്പം നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാവാം. പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ ആവാം, ബ്രോഡ്കാസ്റ്റിംഗ് ആവാം. ഇപ്പം ഞാൻ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ടൈപ്പാണ്. കാരണം ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങളുടെ ഒരു 11 പേരിലെത്തുന്നുണ്ട്. അപ്പം അതൊരു ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായ കമ്മ്യൂണിക്കേഷൻ ഏകദേശം കഴിഞ്ഞു. ഇനി അടുത്തത് മോഡുലേഷനാണ്. അപ്പോൾ ഇതിന് ശേഷം അടുത്ത് വരുന്നത് ചോദ്യമാണ്. ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ സ്ക്രീന് പോയി കാണും, എന്താണ് ബ്ലാക്ക് ആയി. ആ ബ്ലാക്ക് ആവും, ഞാൻ ആക്കിയതാണ്. ഇപ്പൊ എല്ലാവരും ഞാൻ അൺമ്യൂട്ട് ചെയ്യണം. ഒരു മെസ്സേജ് വന്നതാണ്. അൺമ്യൂട്ട് ചെയ്തോ? എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോ? ചോദ്യം, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാതെ ഒന്ന് നോക്കിയോ. അടുത്ത രണ്ടുപേരും കൂടെ ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല, ശരി. ഇപ്പൊ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് ഉത്തരം പറയണേ കേട്ടോ. കേക്കാലോ? ഇപ്പൊ ഫസ്റ്റ് ചോദ്യം, ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഉള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് എത്ര രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം? ഒന്നുകൂടി പറയോ? ഒരു കാര്യം ചെയ്യാം, മൈക്ക് എല്ലാരും മ്യൂട്ട് ചെയ്യും.
വന്നിട്ട് എന്താണ് കാണാൻ പറ്റാത്തത്? ഓക്കെ, എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ചെയ്തു. മുടിയൊക്കെ ചെയ്യുന്നു കിരണ്. അതാകുമ്പോ ക്ലാസ് നടക്കുമ്പോഴത്തേക്ക് എനിക്ക് വേണേ ഒരു സ്റ്റാറ്റസ് ആയിട്ട് ഇടാലോ, ക്ലാസ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നല്ല രീതിയിൽ വൃത്തിക്കിരിക്കുക കേട്ടോ. ഇത് മിക്കവാറും സ്റ്റാറ്റസ് ആയിട്ടായിരിക്കും പോകുന്നത് കേട്ടോ. തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ? ക്ലാസ് തൊപ്പി വരടാ. ആ, എല്ലാരും മുടിയൊക്കെ ചെയ്തിരിപ്പുണ്ട്. ഫ്യൂഷൊക്കെ ചെയ്യൂ. വെട്ടത്തിലുള്ള പോകുന്നു അമർനാഥ്. നിന്നൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ലല്ലോടാ ക്ലാസ്സിൽ, ഇപ്പോഴാണല്ലോ കാണുന്നത്. ഓക്കെ. ആ, രാഹുല്. ഹരികൃഷ്ണൻ എസ് ഇവിടെ കാണുന്നില്ലല്ലോ. എല്ലാരും എന്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ? അല്ല, സ്റ്റാറ്റസ് കാണുമ്പോ ഒന്ന് കാണാലോ, അതുകൊണ്ടാ ഞാൻ പറയാം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴേ. ഹരീഷ്ണനും ആരമ്പലും കൂടെ ഉണ്ടെങ്കിൽ കൊള്ളാം. ഒരാള് പോയി. ഹരികൃഷ്ണനും ആരെങ്കിലും ഉടുപ്പൊന്നും ഇല്ലിട്ടിട്ടുള്ള കടാ. താഴെ വല്ലതും ഉണ്ടോ? ഇപ്പൊ തല മന്ത്രം കാണിച്ചാൽ മതി. ആ, അത് മതി. ഹരികൃഷ്ണൻ രാവിലെ ഉറക്കം എണീറ്റിട്ട് നേരെ വന്നാണോ? ഹരികൃഷ്ണൻ എസ് നേരെ വെച്ചേ. ഇപ്പൊ ഞാൻ എടുക്കാൻ പോകട്ടോ. ഇല്ല, എന്തോടാ താടിയാണോ അത്? കറുത്തിരിക്കുന്നു. ഹെഡ്ഫോൺസ് ആണ്. ഓക്കെ, ഇനി അവസാനം സ്ക്രീൻ അടിക്കുമ്പോഴത്തേക്കും എല്ലാവരും വന്നു എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, റെഡി? 1, 2. ചിരിക്കുക. അതായത് ഇതേപോലെ ഒന്നും കാണിക്കണ്ട, ഇത് ഫോട്ടോ എടുത്താന്ന് മനസ്സിലാവും. ഞാനതിന് ചോദ്യം ചോദിച്ചിരിക്കാന്ന് വിചാരിച്ചാൽ. ഓക്കെ, അപ്പൊ റെഡി? 1. ക്യാമറ നോക്കുക. 1, 2, 3. ഞാൻ പേസ്റ്റ് ചെയ്ത് നോക്കാം. ആ, വന്നിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നു. ഓക്കെ, ബാക്കി ഞാൻ എഡിറ്റ് ചെയ്തോളാം. ആപ്പ് അവിടെ പോയി. ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ എന്റെ ഫസ്റ്റ് ചോദ്യം, ഇന്ന് ക്ലാസ്സിൽ നിന്ന് എല്ലാവർക്കും മനസ്സിലായിരുന്നു കമ്മ്യൂണിക്കേഷൻ എന്താന്ന്? ഉണ്ടോ? മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. ആ, ഇതില് പേനയൊക്കെ വെച്ചിരിക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ശരി. ഈ വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയില്ല. നിനക്ക് വല്ല ആവശ്യമുണ്ടോ സാറിന് മുമ്പിൽ പേനയൊക്കെ കാണിക്കാൻ? ഓക്കെ, ശരിക്കും വീഡിയോ എടുത്ത് കാണുമ്പോഴാണ് അറിയുന്നത് എങ്ങനെയാ വരുന്നതെന്ന്. ഓക്കെ, സോ ഈ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് എത്ര ടൈപ്സ് ഉള്ളത്? ഇൻഫർമേഷൻ സോഴ്സ് അങ്ങനത്തെ സാർ. അതന്നെ ഇൻഫർമേഷൻ സോഴ്സ്. ഈ ക്യാമറ ആയതുകൊണ്ട് ക്ലാസ്സിലായിരുമ്പോ അവരുടെ മുഖം ഒന്നും കാണത്തില്ലല്ലോ. ഇപ്പൊ ക്യാമറ ആയതുകൊണ്ട് എല്ലാരും ഇങ്ങനെയാണ്, മുറിയിൽ തന്നെ. ഇൻപുട്ട്, ട്രാൻസ്മിറ്റർ, ചാനൽ നോയ്സ്. അല്ല, അത് ബ്ലോക്ക് ഡേ. നമുക്ക് മെയിൻലി വരുന്ന ട്രാൻസ്മിറ്റർ, റിസീവർ, പിന്നെ ചാനൽ അല്ലേ? ഓക്കെ, ശരി. അടുത്തത് നമ്മള് ഫ്രീക്വൻസി ബാൻഡ്സ് ആണ് നോക്കിയത്. അത് ഞാൻ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? 2 ടൈപ്പ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാ? ഫ്രീക്വൻസി ബാൻഡ്സ് ഇത് കിലോ ഹെർട്സ് എന്താണ്? കിലോ ഹെർട്സും മെഗാ ഹെർട്സും 2 രീതിയിൽ ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ?
സോറി. അമർനാഥ് ശ്രീജിത്തിനെ കണ്ടിട്ടാണോ ചിരിച്ച? അല്ല, ഇപ്പൊ സ്ക്രീനിൽ ആരാ ലൈവ് എന്ന് എനിക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഞാനല്ലേ സ്ക്രീനിൽ നിൽക്കുന്നത്. ഇപ്പൊ ശ്രീജിത്തായി, ഇപ്പൊ കിരണായി. ബോർഡറിൽ പച്ച വരും. അല്ല, അത് ബ്ലോക്ക് വരും, ബ്ലോക്ക് ഡയഗ്രം ആയിട്ട് വരും. ഓക്കെ, ഇപ്പൊ എല്ലാരും കറക്റ്റ് വൃത്തിയിരിക്കുന്നു. ഒരു സ്ക്രീൻഷോട്ടും കൂടെ എടുത്താലോ? ഞാൻ ക്യാമറ നോക്കിയില്ല, നല്ല ഗ്ലാമർ ആവട്ടെ. പക്ഷെ ഇത് ഓവറായി. അപ്പൊ പറഞ്ഞു, എല്ലാരും പറഞ്ഞു എങ്ങനെയാണെന്ന്. ഇൻഫർമേഷൻ സോഴ്സ് ഇൻപുട്ട് സോഴ്സ് ആണ്. ഇൻഫർമേഷൻ സോഴ്സ് ഓക്കെ. പിന്നെ ഞാൻ ചോദിച്ച അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫ്രീക്വൻസി ബാൻഡ്സ് അതെങ്ങനെയാ വരുന്നത്? കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. ഫ്രീക്വൻസി ബാൻഡ് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. അമർനാഥ് പറഞ്ഞോ. പറയുന്നവർക്ക് അസൈൻമെന്റിന്റെ ആവശ്യമില്ല കേട്ടോ. സാറെങ്കിൽ ഞാനൊന്ന് പറഞ്ഞേട്ടാ. എന്തായാലും എല്ലാരെയും നേരിട്ട് കാണാൻ പറ്റിയില്ല, സന്തോഷം കേട്ടോ. വളരെ എല്ലാരും സേഫ് ആയിട്ട് ഇരിക്കുന്നല്ലോ വീട്ടില്? സേഫാണ്. പിന്നെ നമ്മുടെ ഹരികൃഷ്ണനെ കാണുമ്പോഴേ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ ഫേസ്ബുക്കിലെ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ സാറ് ഇങ്ങനെ പ്രസന്റേഷൻ എടുക്കുമ്പോഴത്തേക്ക് സ്റ്റക്കായി പോകുന്ന വെച്ചാൽ ഫാൻ ചതിച്ചു എന്ന് പറയുന്നത്. ഫാൻ ചതിക്കും. സ്റ്റക്കായി കളിക്കുമ്പോൾ ഫാൻ മാത്രം കറങ്ങും. എന്തായാലും ഞാൻ എന്റെ വീഡിയോ റെക്കോർഡിങ് സ്റ്റോപ്പ് ആക്കട്ടെ. എല്ലാവരും ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും ഇതും കാണുകയും ചെയ്യും.